നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ അതോ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? കുട്ടികൾക്കും അവരുടേതായ ഒരു സ്പേസ് ഒക്കെ വേണമല്ലേ? ആസ് എ പാരൻസ് എന്നുള്ള രീതിയിൽ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ അവരുടേതായ രീതിയിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കും. ഫുഡ് കഴിക്കുന്നതാവാം, ഡ്രസ്സ് ഇടുന്നതാവാം, കളിക്കുക, ഷൂവിൻ്റെ ലേസ് ഇട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ചില പാരൻസ് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഇൻ ദ സെൻസ്, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാം, നിന്നെക്കൊണ്ട് അത് ഒറ്റയ്ക്കാവില്ല, നീ വീണ് പോവും, നീ ചെറിയ കുട്ടിയാണ്, അങ്ങനെ റിപ്പീറ്റഡ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു തോട്ട് ബിൽഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, എനിക്ക് ആവില്ല എന്നുള്ളത്. പിന്നീട് അവരുടെ ഒരു സ്കൂളിംഗ് ഏജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കൂടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവർ കമ്പയർ ചെയ്യും, എല്ലാവർക്കും പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം പറ്റുന്നില്ല എന്നത്. പിന്നെ നമ്മൾ അഡൽട്ട് ലൈഫിലേക്ക് എത്തുമ്പോഴും ഡിസിഷൻ മേക്കിങ്ങിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവാം. അതുപോലെ ഭയങ്കര ഡിപ്പെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്യണമെങ്കിൽ നമുക്കൊരാളെടുത്തു നിന്നുള്ള ഒരു അപ്രൂവൽ വേണ്ടി വരും. ഒരു ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റിയിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ പാരൻസ് കുറച്ചും കൂടി ഈ കാര്യത്തിൽ അലേർട്ട് ആവേണ്ടത്, നിങ്ങൾ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല. പകരം അവരുടെ പ്രോപ്പർ ഗ്രോത്തിനെയാണ് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ അവർക്കുള്ളൊരു വളരാനുള്ള സ്പേസാണ് കൊടുക്കേണ്ടത്. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അഷ്വർ ചെയ്യേണ്ടത്.